ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ ഗെയിമിംഗ് സ്ട്രാറ്റജി ഓരോരുത്തരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അതിനിടയിൽ രതീഷ് ഇങ്ങനെ റോക്കി ബായിയെ വിളിച്ചിരുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ നോക്കുകയാണ്. അതായത് പ്രേക്ഷകരിലേക്ക് ഓരോ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ആ കാര്യം ഇതുപോലെ റോക്കി ബായിക്ക് മനസ്സിലായപ്പോൾ റോക്കി ബായി അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങുകയാണ്. ഒന്നും പറയാതെ തന്നെ നൈസായിട്ട് ഒരു സീനിട്ട് എണ്ണീറ്റങ്ങ് പോകുന്നു. എണ്ണീറ്റങ്ങ് പോയിട്ട് ഇതുപോലെ സുരേഷും അപ്സരെ അതുപോലെ അർജുനും ഇരിക്കുന്നിടത്ത് എന്നിട്ട് ഇതുപോലെ പറയുന്നുണ്ട്, അവൻ പക്ക ഗെയിമിംഗ് ആണ് കളിക്കുന്നത്. അതായത് അവൻ ഇതുപോലെ പറയുന്ന കാര്യങ്ങൾ ചിലത് ഓക്കെയാണ്, പക്ഷേ അവൻ നമ്മളെ ഉദ്ദേശിച്ചല്ല നമ്മുടെ അടുത്ത് ഓരോ സീനിട്ട് പഴയ ആൾക്കാർ കളിച്ചതുപോലെ തന്നെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ച് പറ്റാൻ ശ്രമിക്കുകയാണെന്നിങ്ങനെ റോക്കി ബായ് പറയുകയാണ്. അതായത് രതീഷ് അവിടെ കളം പിടിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു, രതീഷ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കില്ല എന്നുള്ള കാര്യം. അതായത് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള സംസാരമാണ് രതീഷിൻ്റെ എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ ഒരു കാര്യത്തിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ മണ്ടനായിട്ട് പ്രേക്ഷകരുടെ മുൻപിൽ നല്ലവനാകുന്ന സ്ട്രാറ്റജിയാണ് രതീഷ് കാണിക്കുന്നത് എന്നാണ് റോക്കി ബായ് ഇതുപോലെ സുരേഷിനോട് പറയുന്നത്. അപ്പം ബിഗ് ബോസ് ഹൗസിനകത്ത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു രതീഷ് ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്നുള്ള കാര്യം.